അതിൽ മൈൻക്രാഫ്റ്റിൽ പുതിയ ഒരു ആഡാണ് ഇട്ടിട്ടുള്ളത്. ആഡോൻ്റെ പേരാണ് ബെറ്റർ ഓൺ ബെഡ് റോക്ക്. ഇത് നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസിൽ മേടിക്കാൻ കാണും. ഞാനിത് ഒരു ആപ്പ് വഴിയാണ് എടുത്തത്. ആപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കാം. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഗൈസ്. ഓക്കെ, അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ഇതാണ്. ഓക്കെ, നല്ലൊരു മോഡ് പാക്കാണ്. പിന്നെ ഇതിൽ ചെറിയൊരു ലാഗ് കാണും. ഓക്കെ, നമുക്ക് ഫസ്റ്റിന് അച്ചീവ്മെൻറ്റ് കിട്ടി. നമുക്ക് ഫസ്റ്റ് തന്നെ ഫുഡൊക്കെ എടുക്കണം. നമുക്ക് ഫസ്റ്റൊക്കെ എവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നീട് നമുക്ക് തുടങ്ങാം. നമുക്ക് ഫുഡ് അടിക്കുക, ബാക്കി എല്ലാം എടുത്ത് ഇൻവെൻ്ററിക്കകത്ത് വയ്ക്കാം. കാരണം നമുക്കിതൊന്നിപ്പോൾ ആവശ്യമില്ലല്ലോ. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഉള്ള ഈ ബെറീസൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ഇതിൽ എന്ന് പറഞ്ഞാൽ പുതിയ മോബ്സ്, പുതിയ സ്ട്രക്ചർ, പുതിയ ആഡോൺസ് ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ട്. ഇത് കോക്കനട്ട് ട്രീ, കോക്കനട്ട്. ഓക്കെ, ജൈൻ്റ് കോക്കനട്ട് ഈസ് ഇൻ ജൈൻ്റ് നട്ട്. അങ്ങനെ എന്തായാലും അച്ചീവ്മെൻറ്റ് കിട്ടി. നമുക്ക് തറ വയ്ക്കാൻ പറ്റുമോ? എന്തൊക്കെയോ സാധനം ഉണ്ട് കേട്ടോ. സ്മേഡ് പേള് ഡോഫ്. ഇതിൽ ഒത്തിരി ഡൈമെൻഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഫസ്റ്റ് നമുക്കിവിടെ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് കഴിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് തോന്നണേ. നമുക്ക് ഹങ്കർ ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ. നമുക്കിത് ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് പൊട്ടിക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി 2 അച്ചീവ്മെൻറ്റ്സ് പൊട്ടിച്ചില്ലേ. ഒരു അച്ചീവ്മെൻറ്റ് നമുക്കല്ല, നോർമലായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് പൊട്ടിച്ചു. കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ പുതിയ പുതിയ മോഡ്സ് ഉണ്ട്. റാക്കൂൺ നമ്മൾ അറ്റാക്ക് ചെയ്യൂ. ഇഷ്ടംപോലെ ഇതിലിപ്പം അത്യാവശ്യം ഒത്തിരി ഉണ്ടാവും നമുക്ക്. ഇതിലിപ്പോൾ പുതിയ ഒത്തിരി ബോസ് ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പുതിയ ആർമർ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നമുക്കിത് ഈ വേൾഡ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും. നമുക്ക് നോർമൽ മൈൻക്രാഫ്റ്റ് എൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻഡർ ഡ്രാഗനൊക്കെ കൊന്നാൽ മതി. ഇതിലങ്ങനെയൊന്നുമല്ല. ഇതിൽ എൻഡർ ഡ്രാഗനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലേകദേശം എൻഡർ ഡ്രാഗൻ 1000 ഹാർട്ടുണ്ട്. നോർമലിലൊക്കെ 300 ഹാർട്ടുണ്ടോ സംതിങ്ങേ ഉള്ളൂ. ഇതിൽ 1000 ഹാർട്ടുണ്ട്. പിന്നെ എൻഡർ ഡ്രാഗൻ എന്തൊക്കെയോ പുതിയ അറ്റാക്സ് ഉണ്ട്. പിന്നെ എൻഡർ ഡ്രാഗൻ്റെ ഒക്കെ ഒരു 3 തല അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിൽ സ്പെഷ്യലായിട്ട്. ഇങ്ങോട്ടോ, ഞങ്ങൾക്കിത് സ്വാമ്പാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്വാമ്പൊക്കെ നല്ല വ്യത്യാസം. നമുക്കൊരു സ്ട്രക്ചർ കിട്ടിയിരുന്നെങ്കിൽ സ്ട്രക്ചർ തപ്പിയാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് എല്ലായിടത്തും ഒന്ന് എക്സ്പ്ലോർ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമുക്കൊരു സ്ട്രക്ചർ കിട്ടി അവിടെ നിന്ന് ലൂട്ട് അടിച്ചിട്ട് പോകാം. കാരണം ഇവിടെ സ്ട്രക്ചർ ചെയ്യുന്നതിന് അത്യാവശ്യം നല്ല ഐറ്റംസ് നമുക്ക് കിട്ടും. നമുക്ക് സ്ട്രക്ചർ നോക്കി പോകണം. ഇതിൽ സ്ട്രക്ചർ കിട്ടാനും വലിയ പണിയൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ കിട്ടും. സിമ്പിളെന്ന് പറഞ്ഞാൽ നമുക്ക് ലക്കുണ്ടെങ്കിൽ എല്ലാം സിമ്പിളാണ്. ഓക്കെ, ഇത് സ്ട്രക്ചറൊക്കെ അത്യാവശ്യം എല്ലായിടത്തും സ്പോൺ ആവും. പക്ഷേ കിട്ടാൻ കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും എന്നേ ഉള്ളൂ. നമുക്കിപ്പം തന്നെ ബേസിക് ടൂൾസിലേക്ക് എത്തായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു ദിവസം ഫുള്ള് എക്സ്പ്ലോറിങ് ആവാം. നമ്മൾ മാംഗ്ലൂർ എത്തി കേട്ടോ. നമ്മളിപ്പം തന്നെ 4-5 ബയോമ് കണ്ടുപിടിച്ചു. പിന്നെ ഇതിലൊത്തിരി ഹിഡനായിട്ടുള്ള ബയോംസൊക്കെ ഉണ്ട്. പിന്നെ നെതറിലും വലിയ വ്യത്യാസമൊക്കെ ഉണ്ട്. എൻ്റാണെങ്കിൽ ഇതിൽ ഏറ്റവും സെറ്റ്. നിങ്ങൾ ഇതിലൊക്കെ എൻ്റെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ ബേസ് കിട്ടും. അത്രയ്ക്ക് സെറ്റാണ് എൻ്റെ. നമുക്ക് അങ്ങനെയുണ്ട്. ഇത് കോക്കനട്ട് തിന്നാൻ പറ്റൂലേ? നമുക്ക് കോക്കനട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? കോക്കനട്ട് ഇത് വെച്ച് വല്ലതും ഈ കോക്കനട്ട് തിന്നാൻ പറ്റൂലെന്ന് തോന്നുന്നു. ഇത് നടാൻ പറ്റുമല്ലേ? ഇത് മറ്റേ സ്ക്രൂസിലുള്ള ഒരു ബെറി ഉണ്ടല്ലോ, അതിനെക്കാട്ടും കൊള്ളാൻ കേട്ടോ. അതൊക്കെ ആണെങ്കിൽ അര വെച്ച് എന്തോ കൂടും. നമ്മളിത് ഒരു സ്ട്രക്ചർ കണ്ടുപിടിച്ചില്ല.
നമുക്ക് എന്തോ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി വഴിയൊന്നുമില്ല. നമുക്ക് സ്ട്രക്ചർ കിട്ടില്ല എന്തോന്നില്ല. നമ്മൾ പിന്നീട് അധികം ഫാംസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ ഇതൊരു പ്ലാൻ ചെയ്തിട്ടില്ല. അതാ ഉണ്ടാക്കാനായാലും നോക്കാം. നമുക്കിതിൽ ഒരു ഫസ്റ്റ് ടൈം നമുക്കൊരു സ്ട്രക്ചർ എല്ലാം കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ ഈ മോഡ് പാക്ക് എടുത്തിട്ടപ്പോൾ ഞാൻ മോഡ് പാക്ക് ഇതുവരെ ഞാൻ നോക്കിയില്ല ഇതിലെന്തൊക്കെ ഉണ്ടെന്ന്. ഇതിൽ അത്യാവശ്യം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതും ഗൈസ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. കണ്ടാ ഗൈസ്, വലിയൊരു വില്ലേജ്. ഓ സെറ്റ് വില്ലേജിൻ്റെ ഭംഗിയുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ഓരോ വില്ലേജായിട്ട് ലൂട്ട് അടിച്ചു തുടങ്ങാം. ഓ വില്ലേജൊക്കെ കാണാൻ സീൻ കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ തമ്പടിക്കരുത്. ഒന്നുമില്ലേ ഇവിടെ? ചെസ്റ്റ് ഒന്നുമില്ലേ ഇവിടെ? ചെസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും വെച്ചിട്ടില്ല. ഏതോ പാവപ്പെട്ട വില്ലേജസിൻ്റെ വീടാണെന്ന് തോന്നുന്നു. ഒരു ഡോറുണ്ടല്ലോ, പിന്നെ എനിക്ക് എല്ലാം കൂടെ തുറക്കണം. ഈ ഫസ്റ്റത്തെ വീട്ടിലൊന്നുമില്ല. നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഇവിടെ ബെഡ് മോൺസ്റ്റർ നിയർ ബൈ എന്ന് പറയുന്നത്. അയ്യോ എങ്ങോട്ടേക്ക് പോകണം? അടുത്ത വീട് ഇവിടെ ആർമറുണ്ട്. ഇവിടെ ചെസ്റ്റിലല്ലത്, ഇവിടെ ഒന്നുമില്ല. ഇവിടെ രണ്ട് ഡൈ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ബീഹൈവ് ഇവിടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഓക്കേ, ഡേ ആക്കി. ഇവിടെ എന്തോ ഉണ്ടല്ലോ, ക്യാൻഡില്ല. അവിടെ നിങ്ങോട്ട് വരുമ്പോൾ രണ്ടാമത്തെ വീടല്ലേ, അത് നമ്മൾ ക്ലിയർ ചെയ്തു. ഇവിടെ വേറെ എന്തോ ഉണ്ടല്ലോ. അടുത്ത ഈ വീട് ഇഷ്ടംപോലെ വീടുള്ളതുകൊണ്ട് ഫസ്റ്റ് ഏത് വീട് ചെയ്യണമെന്ന് ഭയങ്കര സംശയമാണ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കാര്യമായിട്ടും എന്തൊക്കെയോ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവില്ല എന്താണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇത് ഇവിടെയൊന്നും സോംബ് വില്ലേജ് ഇവിടെ മഷ്റൂമൊക്കെ ഹൈടെക് മഷ്റൂം ആക്കി വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ അവിടെ ലൂട്ട് അടിച്ചതാണ്. ഇനി ഇവിടെ നല്ലതെന്തെങ്കിലും നല്ലതായിട്ടും വയ്ക്കൂല. ഈ വീട് നല്ല ലുക്കുണ്ട് കേട്ടോ. പക്ഷേ ഈ വീട് കാണാൻ ഓക്കെ. ഫുഡും എമറാൾഡ് ഇല്ലാത്ത വല്ലതും ഇല്ല. എന്തോ പെയിൽ പമ്പിൽ എന്ന് പറഞ്ഞ എന്തോ മാറാൻ പോട്ടെ ഡേ. ട്രേഡ് ചെയ്താ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഒരു വീട്ടിൽ ഇത് എത്ര പേര്? സ്റ്റൂ എവിടെ നിന്ന്? എവിടെയോ മഷ്റൂം കടന്നു, അത് നമ്മൾ എടുത്തൊരു സ്റ്റൂ അച്ചീവ്മെൻറ്റ് കിട്ടി. ഇവിടെ ഇഷ്ടംപോലെ ചെസ്റ്റ് കളിക്കൂല കാര്യമാണ് കിട്ടുന്നത്. എടുത്തേക്കാം, അച്ചീവ്മെൻറ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആവും. അച്ചീവ്മെൻറ്റ് റെസിപ്പി എങ്കിലും കിട്ടും. ഇല്ലേ ബാരാണ് ചുമ്മാ ഇരിക്കുന്നത് കേട്ടോ. കള്ളന്മാര് ചുമ്മാ ബാരിലാണ് ഇവിടേക്ക് വെച്ചിരിക്കുന്ന നോക്ക്, ആവശ്യമില്ലാതെ.
ഓക്കെ, നമ്മൾ ഈ വീട് എന്തായാലും ലൂട്ട് ചെയ്തതാണ്. അടുത്ത ഈ വീട് നമ്മൾ പറഞ്ഞാൽ ഓൾറെഡി ഇവിടെയൊക്കെ കഥമൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊന്നും ഒന്നുമില്ലേ. ഇതൊക്കെ സീക്രട്ട് ഡോർസാണ്. ഉമ്മാർ കള്ളന്മാരാണ്. എവിടെ വേണോ എന്ത് വേണോ ഒളിപ്പിച്ച് വെക്കും. അവിടെ ഞാൻ പറയില്ലേ, ഒരു ഇഷ്ടം പോലെ സാധനം നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ വില്ലേജിൽ പോകണോ? നമ്മളേതായാലും ഈ വില്ലേജ് ഫുള്ള് കയ്യേറിയിട്ടേ പോകും. ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഏകദേശം ഇവിടം വരെ അടിച്ച് പറയും. ആദ്യം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. സൈഡ് വലിയ ഉപകാരമില്ല. ഇവിടെ ലെവർ ഇരിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് ഉള്ള ഒരു കത്തിയില്ല. ഇവിടെ മറ്റേ പടിയുണ്ട്. ചാടിക്കേറ്. ഇഷ്ടം പോലെ എമറാൾഡ് എല്ലാം കിട്ടുന്നുണ്ട്. നമുക്കിതല്ലേ വേണ്ട, ഇതൊക്കെ മേലെ ഉള്ള ഐറ്റംസ് വേണം. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ഈ വീടും നോക്കി. പിന്നെ ഈ വീടും ആ വിച്ച് ഹട്ട് അങ്ങോട്ട് പോകണോ? ഒക്കെ നോക്കാൻ പോകണം. ചാടി കയറി ഞാൻ. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വലിയ കയറും ഞാൻ. ആവശ്യമില്ലാത്തല്ലേ ഇവിടെ വെക്കാം. ഇത് വീടിൻ്റെ മണ്ടയ്ക്കാണ്. ഇവന്മാർ വീട്ടിലൊക്കെ മരമൊക്കെ കളത്ത് വെച്ചിരിക്കുന്നത്. മനുഷ്യനെ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല. എട്ടമാടുണ്ടോ? എട്ടമാട് എന്ത് ചെയ്യാൻ? വിജയകെട്ടി കയറണോ? വേണ്ട. ഇനിയിപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നൂടെ അടികൊള്ളാത്ത ഇതേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇതിൽ നിന്ന് കിട്ടി. ഇവിടെ സ്റ്റോൺ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് വേറെ വീടുമുണ്ട്. അത് കൊള്ളാല. വന്ന വഴിക്ക് ഒരു ചെസ്റ്റ് വെച്ചിരിക്കുന്നു. നോക്കി, ആരോ ഫ്ലിൻറ്റ് ഉമ്മ ഇങ്ങനെ വേണമില്ല. എന്തൊരു കഥ പഠിച്ചു കൊടുക്കുന്നു. ഇല്ലാതെ കയറാൻ പാടില്ല എന്നൊരു നിയമം കാണുന്നു. ഇവിടെ ചെസ്റ്റ് എന്ന് പറയാൻ ഒന്നുമില്ല. ഇനി ആ വീടും പിന്നെ ആ വീടും കൂടെ ഉള്ളൂ. ഗീവ് മീ നൈസ്. ഒരു വാളാക്കി അങ്ങ് താ, എങ്കിലല്ലേ എനിമീസിനെ അടിച്ച് കൊല്ലാൻ പറ്റും. ഇപ്പോൾ ട്രാപ്പ് ഡോർ വെച്ചിരിക്കുന്നതുകൊണ്ട് ചാടാൻ പോലും പറ്റുന്നില്ല. മനഃപൂർവ്വം തന്നെ കേട്ടോ ട്രാപ്പ് ഡോർ വെച്ചിരിക്കുന്നത്. നമ്മളിതിലേക്ക് കയറാൻ പാടില്ല എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ ട്രാപ്പ് ഡോർ വെച്ചിരിക്കുന്നത്. ഓപ്പൺ ആവടാ. ഡോറുകൾക്കൊക്കെ എന്താ ജാട. ഇവിടെയൊന്നും ഒന്നുമില്ലേ. ഇവിടെയൊന്നും കാണാനില്ല. നമുക്കിനി യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വേണം. അവിടെ എന്തോ ഒരു സംഭവം കണ്ടോ ഞാൻ കാണുന്നു. ഇവിടെ ഒരു വിച്ച്. അപ്പോൾ നമുക്കൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത് അവിടെ ഒരു കുഴി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സോഡ് ഉണ്ടാക്കാം.
റോഡ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഡാർക്ക് ഓക്കാണ് ഓക്കെ. പക്ഷേ ഓക്കിൻ്റെ ഇലയാണ്. ഓക്കെ നമ്മൾ ചത്തു. വിയർ കത്തം. പെട്ടെന്ന് കയറാൻ നോക്കാം. വേഗം 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 ചാടി ചാടി കയറും. നമുക്ക് ഫസ്റ്റ് തന്നെ വേറെ ഒരു പിക്കാക്ക് ഉണ്ടാക്കണം. ഒരു പിക്കാക്സ്. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും കയറും. ഇവിടെ കുഴിക്കും. ഇവിടെ ഫുള്ള് വിച്ചാണല്ലോ ഇവിടെ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ കണ്ടു ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. സ്റ്റോൺ എടുത്ത് നമുക്ക് സ്റ്റോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ കോപ്പർ ഉണ്ടല്ലോ, കോപ്പറിലേക്ക് അപ്ഗ്രേഡ് ആവാം. കോപ്പർ അപ്ഗ്രേഡ്, കോപ്പർ അപ്ഗ്രേഡ്. അതിന് സെറ്റായിട്ടുണ്ട്. നമുക്ക് അമ്മയുടെ പോയി നമുക്ക് അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് സ്റ്റോൺ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് വരെ പോകേണ്ടത് വരുക. പക്ഷെ നമുക്ക് ബ്ലോക്ക് വെച്ചിരിക്കാം. ടോപ്പ് എത്തി. ഇവിടെ എന്തൊക്കെ കിട്ടും? എമറാൾഡ് എന്നിട്ട് നമുക്ക് നൈസായിട്ട് താഴെ ഇറങ്ങാം. അടുത്തിവിടെ ഷാർട്ടിനെ കാണും. ഒരു ബോട്ടിലൊന്നും ഇല്ലാണെങ്കിൽ കുറച്ച് ലാപ്പീസ് ഇറങ്ങാൻ പറ്റില്ല. വീണ്ടും കുറച്ച് ലാപ്പീസ്. ഇൻട്രസ്റ്റ് ഉണ്ടോ? പക്ഷെ നമുക്ക് ഇവിടെ എങ്ങനെ ഇറങ്ങും? ഒരു പരസ്പരം അടി ഉണ്ടാക്കില്ല, അടി ഉണ്ടാക്കില്ല. നമുക്കപ്പോൾ ഈ അമ്മമാരെ കൊല്ല എന്ത് ചെയ്യാം? സ്പിയർ വെച്ച് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം അല്ലേ? നമുക്ക് ബെഡ് പൊട്ടിക്കണം. എന്നിട്ട് നമുക്ക് ബെഡ് സൈഡ് പ്ലേസ് ചെയ്യാം. ഇപ്പം പോയാൽ എന്നിട്ട് ഈ ബ്ലോക്ക് പൊട്ടിക്കാം. ഇഷ്ടംപോലെ കഷ്ടം തോന്നാട്ടെ ഇവിടെ. അയ്യോ ഓമാൻ ആവശ്യമില്ല.